ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, കുറച്ച് അര സ്പൂൺ കേട്ടോ, രണ്ടും അര സ്പൂൺ മുളകും അര സ്പൂൺ ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ട ഇട്ടിട്ട് വഴറ്റുക. നന്നായി വഴറ്റിയ ശേഷം അത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ എണ്ണയുടെ ബാക്കിയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തു. അതിന് ഇളക്കിയിട്ട് അതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴച്ച് അത് നന്നായി വഴറ്റിക്കൊണ്ടുവരിക. ഒരു അങ്ങോട്ട് ബ്രൗൺ കളറാവണം, അതുവരെ ഉള്ളി അങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ, അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. പച്ചമുളകില്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. പച്ചമുളക് നമ്മൾ ഓൾറെഡി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കൂടാതെ നമ്മൾ 2 ടീസ്പൂണാണ് എന്തിട്ട് കൊടുത്തുള്ളത്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് 2 ടീസ്പൂണ് തൈരാണ്. തൈര് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ട് അത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തത് 1 തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം അടിച്ച് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്പം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് കറി ഗ്രേവി വേണ്ടതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി ഇളക്കി. ഇനി അത് നല്ല തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി തിളച്ച് വന്നു. ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് എന്താ, മല്ലിയില, പുതിനയില, അതുപോലെ അല്പം വെളിച്ചെണ്ണ ഉറച്ചത് കാരണമാണ് അങ്ങനെ കട്ടിയായി കിടക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഇട്ടത് വെളിച്ചെണ്ണയാണ്, പിന്നെ മല്ലിയിലയും പുതിനയിലും കറിവേപ്പിലയും ഇട്ടു കേട്ടോ. എൻ്റെ പേര് പുറത്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.